എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഐ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഒരുപാട് പേരെന്നോട് കമൻറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയാറുണ്ട് നമ്മൾ ഐ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ ഒന്ന് ചെയ്യുമെന്ന്. നമ്മൾ ഐസ് അധിക ബ്രൈഡ്സിനും ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിമാൻഡാണ് വരാറ്. അപ്പോൾ ഐ മേക്കപ്പ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐസിൽ നന്നായിട്ട് കൺസീൽ ചെയ്യണം. അവരെ ഡാർക്ക് കളേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കറക്റ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം കൺസീലർ കൊടുക്കാൻ. ഇവിടെ നാഴ്സിൻ്റെ പോട്ട് കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് കൺസീലറൊന്നും കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇതുപോലൊരു ഫ്ലാറ്റായ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൺസീൽ ചെയ്യാറ്. ഞാൻ നാഴ്സിൻ്റെ അതേപോലെ തന്നെ മാക്കിൻ്റെ ടു ഫേസിൻ്റെ എല്ലാത്തിൻ്റെയും കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് ഏത് കൺസീലറാണോ ആ ഒരു കൺസീലർ വെച്ചിട്ട് നിങ്ങൾക്ക് ഐസ് ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല ഡാർക്ക് പിഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാർക്സ് ഉള്ളവർക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഓറഞ്ച് കളക്ടറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്തതിൻ്റെ മാത്രം കൺസീലർ കൊടുക്കുക. ഞാൻ വെഡ്ഡിങ് വിഷിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. ഹുദ ബ്യൂട്ടി അതേപോലെ തന്നെ അനസ്തേഷ്യ അങ്ങനെ എല്ലാത്തിലും നല്ല നല്ല പാലറ്റ് വരാറുണ്ട്. പിന്നെ നമ്മളൊരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഈ ഒരു കൺസീൽ ചെയ്തതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ഫേസ് ഒന്ന് ജസ്റ്റ് പ്രെപ്പ് ചെയ്യുന്ന സമയത്ത് ഐ മേക്കപ്പിലും നമ്മൾ എന്താക്കുക പ്രൈമറും അതേപോലെ തന്നെ മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഐസിലും കൺസീലർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ കൺസീലർ കൊടുത്തിട്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഐ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്നുള്ളൊരു മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. പിന്നെ നമ്മൾ ഐസിൽ നമ്മളെപ്പോഴും നമ്മൾ ഔട്ട്ഫിറ്റിൻ്റെ മാച്ചിങ് ആയിട്ട് കളേഴ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഐസ് ഹൈലൈറ്റ് ചെയ്യണം എന്ന് പറയുന്നവർക്കാണ് എപ്പോഴും നമ്മൾ നല്ല എടുത്ത് കാണിക്കുന്ന കളേഴ്സ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ന്യൂഡ് ഷെയ്ഡ് വേണ്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എൻ്റെ ബ്രൈഡ്സിന് ഐസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊരു റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഐസിൻ്റെ താഴെ പോർഷനിലാണ് കൊടുക്കേണ്ടത്. ഒന്നിച്ച് ഈ ഒരു കളറ് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ ഒരു വൃത്തി കിട്ടൂല. സോ നമ്മൾ ആ ഒരു ഐലൈൻ്റെ പോർഷനിൽ മാത്രം ഈ ഒരു ഡാർക്ക് റെഡ് കളറ് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഐ മേക്കപ്പ് ചെയ്യുന്നത് അവരുടേതായ ഒരു സ്റ്റൈലിലും അവരുടെ ഒരു കൈവഴക്കം എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും. ഇവിടെ നമ്മൾ ബ്രൈഡിൻ്റെ ഐസ് നല്ല ചെറുതായിരുന്നു. അപ്പോൾ ഐസ് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു കോർണർ ഭാഗത്തു നിന്നാണ് ഗ്ലിറ്റർ കൊടുക്കുന്നത്. ഈ പാലറ്റത്തെ ഗ്ലിറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രഷ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അത്ര ഫിനിഷിങ് എനിക്ക് തോന്നാറില്ല. സോ അതിന് പകരം നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് നല്ല പോപ്പപ്പായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണിൻ്റെയും ആ ഒരു കോർണർ ഏരിയയിൽ നിന്ന് ഒരുപാട് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിലാണ് എന്നാൽ കണ്ണ് തുറക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലിറ്റർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഗ്ലിറ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബ്രൈഡിൻ്റെ ഐസ് നല്ല ബോൾഡ് വലിയ നല്ല റൗണ്ട് ഐ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്ലിറ്റർ ഒന്നും കൊടുക്കാതിരിക്കുക. ചെറിയ ഐസ് ഉള്ളവർക്ക് ആണ് നമ്മൾ കട്ട് ക്രീസ് ചെയ്യലും അതേപോലെ തന്നെ ഗ്ലിറ്റർ അങ്ങനെ കോർണർ ഏരിയയിൽ നിന്നൊക്കെ കൊടുക്കാറ്. പിന്നെ നമ്മൾ ഐസിൻ്റെ താഴെയുള്ള ഈ ഡാർക്ക് കളറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന മുന്നേ തന്നെ ചെയ്യുന്നതാണ് ജസ്റ്റ് കറക്ഷൻ. അതുപോലെ നമ്മുടെ ഐസിൻ്റെ ഏരിയയിൽ മാത്രമല്ല നമ്മൾ ലിപ്പിൻ്റെ ഏരിയയിൽ അതേപോലെ തന്നെ പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് കറക്ഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് ഓറഞ്ച് കളേഴ്സ് ഒന്നും വെച്ച് കറക്റ്റ് ചെയ്യാതെ ജസ്റ്റ് അവരെ ടോണിനേക്കാൾ ഒന്നും കൂടി ഡാർക്കായിട്ടുള്ളൊരു കൺസീലർ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാണ് ബെറ്റർ. പിന്നെ എപ്പോഴും എനിക്ക് ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് തോന്നാറ് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ്. ഞാൻ പ്രൗഷിൻ്റെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ലാർജ് സൈസിലുള്ള ബ്ലെൻഡേഴ്സാണ് അവരിതിൽ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആവാറ്. അപ്പോൾ ആ ഒരു ബ്ലെൻഡർ ഭയങ്കര സ്മഡ്ജ് ചെയ്യാൻ നല്ല സുഖമാണെന്നുള്ളതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് ആ സ്പഞ്ച് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ബാക്കിയുള്ള ഫേസിൻ്റെ ഏരിയയിലൊക്കെ ഞാനതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഐ മേക്കപ്പാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഞാൻ അതൊന്നും ഇതിൽ കൂടുതലായിട്ട് കാണിക്കണില്ല. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അണ്ടർ ഐസും അതേപോലെ തന്നെ നോസിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഐസാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു കൺസീലർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോർഷനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ താഴെ നമ്മൾ കൺസീലർ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് എമൗണ്ട് കൺസീലർ കൊടുക്കാതിരിക്കുക. കുറച്ച് പോർഷൻ. ഇപ്പോൾ ഈ ഒരു കുട്ടി അത്യാവശ്യം ഫെയർ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു കൺസീലർ കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു പോർഷനിൽ മാത്രം ഭയങ്കര ലൈൻസൊക്കെ ഇപ്പോൾ കണ്ണിൻ്റെ താഴെ നല്ല ലൈൻസൊക്കെ
ഒക്കെ ഉള്ള ബ്രൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരുപാട് കൺസീലർ കൊടുത്ത് വീണ്ടും പൗഡറൊക്കെ വെച്ച് സ്പഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്താൽ ആ ഒരു ലൈൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എപ്പോഴും കുറച്ച് എമൗണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ആളെ ഐസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ പോരാത്തതിന് കൂടുതൽ ലൈൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചും കൂടി കൺസീലർ കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബ്ലെൻഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്താക്കണം, സെറ്റിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബ്രൈഡിനോട് പറയാം കണ്ണ് താഴേക്ക് നോക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുക, നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി എന്നാണ് ഞാൻ പൊതുവെ പറയാറ്. എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സമയം കൊണ്ട് പൗഡർ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ അണ്ടർ ഐസാണ് ചെയ്യുന്നത്. ചെറിയ ഐസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ണ് എഴുതിയിട്ടില്ല കേട്ടോ താഴെ, പക്ഷേ മേലെ ഞാൻ വാട്ടർ ലൈനിൻ്റെ ഉള്ളിൽ കണ്ണ് എഴുതുന്നുമുണ്ട്. ചെറിയ ഐസാകുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ണ് എഴുതിയാൽ ഐസ് ഒന്നും കൂടി ചെറുതാവുന്നൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ റെഡ് ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ അത്ര ഒരു ഹൈലൈറ്റ് ചെയ്യാത്ത ഷെയ്ഡാണ് സ്മഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ട്രൈപോഡ് വെച്ച് വീഡിയോസ് എടുക്കുന്ന അതായതുകൊണ്ട് എനിക്ക് ഏതൊക്കെ ഷെയ്ഡ്സാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ല നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, ഒരുപാട് കാണിക്കുന്ന ഷെയ്ഡ് എടുത്ത് അണ്ടർ ഐസിൽ കൊടുത്താൽ ഒരു വലിയ വൃത്തി കിട്ടൂല. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ആ ഷെയ്ഡ് കൊടുത്തതിൻ്റെ ശേഷം അതിലേറെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡും കൂടി എടുത്തിട്ട് നമ്മൾ അണ്ടർ ഐയിൽ കൊടുക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ സംസാരിച്ച് ലെങ്ത് വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഇതിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളെ കണ്ണിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൈസിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ വെക്കുന്നത് ലാഷസ് ആണ്. ഞാൻ ലാഷസ് ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വെക്കാറ്. അതേ ലാഷസ് വെക്കാറില്ല, ലാസ്റ്റാണ് ഞാൻ ലാഷസ് വെക്കാറ്. നിങ്ങൾക്ക് ആദ്യം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ യൂറോ പാരീസിൻ്റെ ലാഷസ് ആണ് പൊതുവേ യൂസ് ചെയ്യാറ്. അത് കണ്ണിൻ്റെ ലെങ്ത്തും അവർ ഐസിൻ്റെ ഒരു സൈസൊക്കെ അനുസരിച്ചിട്ടാണ് ലാഷസ് കൊടുക്കാറ്. യൂറോ പാരീസിൻ്റെ തന്നെ ലാഷ് ഗ്ലൂ ആണ് യൂസ് ചെയ്യാറ്. ലാഷസ് വെക്കുന്ന സമയത്ത് നമ്മൾ ഗമ്മ് ലാഷിമ ആക്കിയിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ട് ലാഷസ് ആ കറക്റ്റ് ലാഷ് ലൈനിൻ്റെ ഭാഗത്ത് വെച്ചാൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കൺപീലി വേറെയും അതുപോലെ നമ്മൾ വെച്ചിട്ടുള്ള ഫേക്ക് ലാഷസ് വേറെയും അങ്ങനെ കാണിക്കുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ലാഷസ് എപ്പോഴും കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ ആർക്കും കണ്ണിനേക്കാൾ ലെങ്ത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ ലാഷിനേക്കാൾ കൂടുതലായിട്ട് ഫേക്ക് ലാഷസ് നിൽക്കുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതൊന്ന് പെർഫെക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ അറ്റൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ലാഷ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നല്ലൊരു ബോൾഡ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ ആളെ കണ്ണിൻ്റെ താഴെ ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ ബ്രൈഡിൻ്റെ ഒരൈ ചെറുതും മറ്റായി വലുതുമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീഡിയോയിൽ നോക്കുന്ന സമയത്താണ് എനിക്ക് അങ്ങനൊരു ഫീല് തോന്നിയപ്പോൾ ഞാൻ ബ്രൈഡിനോട് ചോദിച്ചപ്പോൾ ബ്രൈഡ് പറഞ്ഞു ഇതിൻ്റെ ഓൾറെഡി അങ്ങനെയാണ്. ആദ്യമൊന്നും എനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ നമ്മൾ ലാഷസൊക്കെ വെച്ച് അതേപോലെ തന്നെ താഴെയുള്ള ലാഷിലൊക്കെ മസ്കാരൊക്കെ ഇട്ട് നോക്കുമ്പോഴാണ് അത് മനസ്സിലായത്. മസ്കാര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ. മസ്കാര ഇടുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ബ്രൈഡിനോട് താഴേക്ക് നോക്കാതെ വേണം താഴേക്ക് ഇടാൻ. ഇല്ലെങ്കിൽ താഴേക്കായാൽ പിന്നെ നമ്മളത് ഉണങ്ങോളം വെയിറ്റ് ചെയ്ത് സ്പൂലി വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടി വരും. പിന്നെ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഐബ്രോസ് ചെയ്യാറ്. കാരണം ഒന്നുമല്ല, നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഐബ്രോസ് ലാസ്റ്റ് ചെയ്യുന്നത്. ഐബ്രോസ് ഞാൻ അങ്ങനെ ഒരുപാട് വരച്ച് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് കോംബ് ചെയ്തെടുത്തിട്ട് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാറാണ്. പിന്നെ നല്ല ഷേപ്പ് വേണം എന്നൊക്കെ പറയുന്ന ബ്രൈഡ്സിന് നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മളെ ബ്രൈഡിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. മാക്സിമം നമുക്ക് ചെയ്യാൻ നോക്കാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.